The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. സുഗതകുമാരി സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃതം പ്രൊഫസറായിരുന്ന കാർത്യായനി അമ്മയുടെയും മകളായി 1934 ജനുവരി 22 ആറന്മുളയിൽ ജനിച്ചു. കാവ്യകൈരളിയുടെ മുറ്റത്ത് കത്തിനിന്ന നിറദീപം, മലയാളത്തിൻ്റെ ഹരിതഹൃദയത്തിൻ്റെ മിടുപ്പ്, മലയാണ്മയുടെ മഹാസുഹൃതമായ കവി, അമ്മ എന്നിങ്ങനെയെല്ലാം സുഗതകുമാരി അറിയപ്പെടുന്നു. പരിസ്ഥിതിയെപ്പറ്റി ഇത്രയും ആകുലപ്പെട്ട മറ്റൊരു ജീവിതം കാണാൻ പ്രയാസമായിരിക്കും. സഹ്യനേൽക്കുന്ന ഓരോ മുറിവും അവരെ വേദനിപ്പിച്ചു. അതിനായി ഐതിഹാസികമായ സമരങ്ങൾ നടത്തി, പരിഹാസശരമേറ്റു മുറിയാതെ കവിതകൾ എഴുതി, സൈരന്ധ്രീവനത്തെ കാത്തുസൂക്ഷിച്ചു, കൃഷ്ണവനത്തെ പരിപോഷിപ്പിച്ചു, പള്ളിയോടങ്ങൾ ചാഞ്ചാടുന്ന പമ്പാതീരഭൂമിയെ കവരുന്നതിനെ എതിർത്തു. പ്രകൃതിക്കായി അവർ അധികാരികളുമായി നിരന്തരം കലഹിച്ചു. അത് പക്ഷേ നമ്മുടെ ഭാവിക്കു വേണ്ടിയായിരുന്നു, നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു എന്നത് നമ്മൾ സൗകര്യപൂർവ്വം മറന്നു. മരക്കവി എന്ന പരിഹാസം അമരകവിയെ തളർത്തിയില്ല. ആശയറ്റ സ്ത്രീജന്മങ്ങൾക്കും മനസ്സറ്റുപോയ ജീവിതങ്ങൾക്കും പാവം മാനവഹൃദയങ്ങൾക്കും അവർ അഭയമുദ്രയണിഞ്ഞ ദേവിയായിരുന്നു. തൻ്റെ അവസാന അഭിലാഷങ്ങൾ മാതൃഭൂമിയോട് അവർ പങ്കുവച്ചിട്ടുണ്ട്. തൻ്റെ ഓർമ്മയ്ക്ക് ഒരു ആൽമരമുണ്ടാവണം എന്നു മാത്രമായിരുന്നു ആ ആഗ്രഹം. ചുവന്ന പഴങ്ങളുണ്ടാകുന്ന ആൽമരം. ഒരുപാട് പക്ഷികൾ അതിൽ വരും. തത്തകളൊക്കെ വന്ന് പഴങ്ങൾ തിന്നുന്ന അഭയവൃക്ഷം. അതിൻ്റെ പുറത്ത് ഒന്നും എഴുതി വയ്ക്കരുത്, അവിടെ ചിതാഭസ്മവും കൊണ്ടുവയ്ക്കരുത്. ആ ആൽമരം എവിടെ നടണമെന്നും എഴുതി വച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പേയാട്. മനസ്സിൻ്റെ താളം തെറ്റിയ നിരാലംബർക്കായി അവർ പടുത്തുയർത്തിയ അഭയയുടെ പിറകുവശത്തെ പാറക്കൂട്ടത്തിനടുത്ത്. താപത്തെ തടയുന്ന, വേരറ്റു വീഴാത്ത മഹാവൃക്ഷമായി അത് വളർന്നു പടർന്ന് തണൽ തരട്ടെ. ഇതായിരുന്നു അവരുടെ അവസാനത്തെ അഭിലാഷം. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ അവസാനമായി സുഗതകുമാരിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞതിങ്ങനെ: ചേച്ചിയും സുജാതയും പോയി, ഇനി ഞാൻ മാത്രം എന്തിനു കിടക്കണം? ജീവിതത്തിൽ ഞാൻ എന്തിനു വേണ്ടി പോരാടിയോ ആ അധർമ്മശക്തികളെല്ലാം വീണ്ടും പുനർജീവിക്കുന്നു. മലകളും പുഴകളും നശിക്കുന്നു. സഹ്യാദ്രിയിൽ പോലും പാറകൾ പൊട്ടിക്കലും മരം മുറിക്കലും തകൃതിയായി നടക്കുന്നു. മദ്യവും മയക്കുമരുന്നും നാടിനെ മുടിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനെതിരെ പോരാടുവാൻ എനിക്ക് ശക്തിയില്ല. എത്രയും വേഗം ലോകത്തു നിന്നും പോകണം. എനിക്കിനി അധിക കാലമില്ല. എൻ്റെ മരണം അടുത്തിരിക്കുന്നു. എൻ്റെ ശവശരീരത്തിൽ ഒരു പൂവും ഇടാൻ പാടില്ല. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളൊന്നും എനിക്ക് വേണ്ട. ശരീരം തന്നെ മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ബന്ധുക്കൾ അതിനെതിരാണ്. അതിനാൽ ഇത്രയും വേഗം ശരീരം ശാന്തി കവാടത്തിൽ ദഹിപ്പിക്കണം. Hi my dear children, welcome back to the physics class. Today we are going to begin with our fourth chapter, that is motion in a plane. Motion in a plane. So in the last chapter we developed concepts of position, displacement, velocity and acceleration that are needed to describe the motion of an object along a straight line. So the motion of an object along a straight line, that is known as one-dimensional motion. And here in this chapter we are going to deal with motion in a plane. That means here we are going to discuss on two-dimensional motion. Okay,
Hope you remember the difference between one-dimensional motion, two-dimensional motion and three-dimensional motion that we have discussed in our previous chapter. So there in the first chapter, we used positive and negative signs to explain or to describe the directional aspects of physical quantities such as displacement, velocity and acceleration. So here in this chapter, for the same purpose, we will use the language of vectors. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയറക്ഷൻസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് വെക്ടേഴ്സിന്റെ ലാംഗ്വേജ് വെച്ചിട്ടാണ്. സോ വി ഷുഡ് നോ ദ ലാംഗ്വേജ് ഓഫ് വെക്ടേഴ്സ്. സോ ബിഫോർ ദാറ്റ്, ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് the physical quantities. We know that physical quantities are classified into scalar quantities as well as vector quantities. So what do you mean by scalar quantities? Yes, the physical quantities with magnitude alone are known as scalar quantities, and the physical quantities with both the magnitude and direction are known as vector quantities. Now what are the examples for scalar quantities? Yes, path length that we have learned in last chapter. Path length, it is an example for scalar quantity. Speed, which is an example for scalar quantity. What about mass? Yes, that is also a scalar quantity. Now what about examples for vector quantities? Yes, displacement, velocity, acceleration or force, all these are examples for vectors. So now you understood the difference between scalar quantities and vector quantities. So how can we define a vector quantity? A vector quantity is a quantity that has both the magnitude and direction and also obeys the triangle law of addition, or equivalently the parallelogram law of addition that we will discuss later. Now to represent a vector, we use a bold face or an arrow mark. Suppose V is a vector. Now to represent this vector, we will use the bold face. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഈ തരത്തിലാണ്, ബോൾഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബോൾഡ് ഫേസിൽ എഴുതിയിരിക്കുന്നതൊക്കെ വെക്ടേഴ്സ് ആണ്. Or we will use an arrow mark like this. So these are the two representation of vectors. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ബോൾഡ് ഫേസ് യൂസ് ചെയ്തിട്ട് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിലോ ആരോ മാർക്ക് യൂസ് ചെയ്തിട്ടും വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. Okay, and this will be the magnitude of a vector and modulus of vector V, that is the magnitude or the absolute value of a vector, and which will be simply V. ഓക്കെ, അപ്പൊ വി എന്ന് പറയുന്നത് ഒരു വെലോസിറ്റി വെക്ടർ ആണെങ്കിൽ ഇവിടെ വി എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് വെലോസിറ്റി വെക്ടർ ആണ്. അപ്പൊ ഇങ്ങനെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ആ വെലോസിറ്റി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ വെലോസിറ്റി വെക്ടറിന്റെ വാല്യൂ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? അബ്സല്യൂട്ട് വാല്യൂ. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് എ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ തരത്തില് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു വെക്ടർ എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ തരത്തിലാണ് നമ്മൾ എഴുതുന്നത്. Okay, so this is the thing. To represent a vector, we will use a bold face or an arrow mark like this. Okay, and the modulus of this vector, that is the magnitude, or which will give you the magnitude or the absolute value of the corresponding vector. Clear? Now we have some examples like this. So listen children, consider these vectors. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വെക്ടേഴ്സ് ആണ് എന്നുള്ളത് അല്ലേ, ബിക്കോസ് ആരോ മാർക്ക് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം എന്താണ്? വെക്ടേഴ്സ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്? യെസ്, എ എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സിംപ്ലി ഇറ്റ് ഇസ് എ. പി എന്ന് പറയുന്ന വെക്ടറിന്റെയോ പി ആണ്. ക്യൂ എന്ന് പറയുന്ന വെക്ടറിന്റെ ക്യൂ ആണ്. ആൻഡ് ആർ എന്ന് പറയുന്ന വെക്ടറിന്റെ ആർ ആണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. സപ്പോസ് ആർ എന്ന് ഇങ്ങനെ ആരോ മാർക്ക് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു, അല്ലെങ്കിൽ ആർ എന്നുള്ളത് ബോൾഡ് ഫേസിൽ എഴുതി കഴിഞ്ഞാൽ ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിസ് ആർ ഇസ് എ വെക്ടർ.
Okay, and the modulus of r or simply r എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. Okay, so this is all about the representation of vectors. So hope you understood the representation of vectors. Here we are going to discuss the position and displacement vectors. Okay, since we are dealing with motion in a plane or two-dimensional motion, here we require two axes. Okay, x and y axis. And here you can see, in order to describe the motion of an object in a plane or in two dimension, we need a convenient point, say origin O. Okay, അപ്പോൾ ഈ ഒരു ഒറിജിനെ വിത്ത് റെസ്പെക്ട് ടു ആയിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഒബ്ജക്റ്റിന്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് വിച്ച് ഇസ് ഇൻ എ പ്ലെയിൻ ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് ടു ഡയമെൻഷണൽ മോഷൻ. So listen children, suppose P be the position of an object initially. Okay, P എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ഇനിഷ്യൽ പൊസിഷൻ ആണ്, അല്ലെങ്കിൽ ഇനിഷ്യലി ഒരു ഒബ്ജക്റ്റ് P എന്ന് പറയുന്ന പോയിന്റിലാണ് ഇരിക്കുന്നത് എന്ന് ഇമാജിൻ ചെയ്യാം. Then what about the distance OP? അപ്പോൾ ഇനിഷ്യലി നമ്മുടെ ഒബ്ജക്റ്റ് P എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് ഇരിക്കുന്നത് എങ്കിൽ ഈ പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, that is known as the position vector. Okay, so OP, the distance OP, which is the position vector of the point P, and that is equal to vector R. Okay, അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ഏത് ഡയറക്ഷനിൽ ഇരിക്കുന്നു എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണ് ഇവിടെ R എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ. ഓക്കെ, അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ഈ ഒരു പ്ലെയിനിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇവിടുത്തെ ഈ പൊസിഷൻ വെക്ടർ ആയിട്ടുള്ള R. ഇനി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ P ഡാഷ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ദിസ് വിൽ റീഡ് ആസ് P ഡാഷ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ മറ്റൊരു പൊസിഷൻ ആണ് P ഡാഷ് എന്ന് ഇമാജിൻ ചെയ്യുക. ഈ സമയത്തുള്ള പൊസിഷൻ വെക്ടർ എങ്ങനെയാണ്? യെസ്, ദാറ്റ് ഇസ് OP ഡാഷ്. OP dash, and which is equal to the displacement vector R dash. Vector R dash. Okay, അപ്പോൾ ഇവിടെ R and R dash, vector R and vector R dash stands for the position vectors. Okay, so position vector കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്, P എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ P ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് O എന്നുള്ള ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ ഏത് ഡയറക്ഷനിലാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പൊസിഷൻ വെക്ടേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് പൊസിഷൻ വെക്ടർ? യെസ്, പൊസിഷൻ വെക്ടേഴ്സ് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ P ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിക്കോട്ടെ, ഈ പോയിന്റ്സ് ഒറിജിനിൽ നിന്നും എത്ര ഡിസ്റ്റൻസിൽ ഏത് ഡയറക്ഷനിലാണ് വരുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അവിടുത്തെ പൊസിഷൻ വെക്ടേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ P എന്ന് പറയുന്ന പോയിന്റോ അല്ലെങ്കിൽ P ഡാഷ് എന്ന് പറയുന്ന പോയിന്റോ ഒറിജിനിൽ നിന്നും എത്ര ഡിസ്റ്റൻസിൽ ഏത് ഡയറക്ഷനിൽ വരുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പൊസിഷൻ വെക്ടേഴ്സ് ആണ്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ് ഓഫ് പൊസിഷൻ വെക്ടേഴ്സ്. Now the next one is displacement vector. Okay, displacement vector means it's a simple thing. Listen children, initially the object is at this point. Okay, and after some time it reached at the point P dash, and the motion is along a straight line. Okay, so the distance P dash, that is the displacement of this object. So the distance P dash, that is known as the displacement vector. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റിനെ വെക്ടർ സിമ്പിളോട് കൂടെ റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രം. സോ P ഡാഷ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് OP as well as OP dash are the position vectors, and P dash, it is the displacement vector that indicates the displacement of an object. Clear? Now the next concept, that is equality of vectors. Equality of vectors. So two vectors A and B are said to be equal. Two vectors, vector A and vector B,
are said to be equal if and only if they have the same magnitude and the same direction. ഓക്കെ, അപ്പൊ എ ബി എന്ന് പറഞ്ഞ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഈ രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആകുന്നത് എപ്പോഴാണ്? യെസ്, എക്കും ബിക്കും സെയിം മാഗ്നിറ്റ്യൂഡും ആയിരിക്കണം, സെയിം ഡയറക്ഷനും ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഹിയർ വി ഹാവ് ടു ഡിഫറെന്റ് ഫിഗേഴ്സ് ആൻഡ് ഇതിൽ ഒന്നില് ഈക്വൽ വെക്ടേഴ്സ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, മറ്റൊന്നില് അൺഈക്വൽ വെക്ടേഴ്സ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ക്യാൻ യു ഐഡന്റിഫൈ? ബിഫോർ ദാറ്റ് ജോമെട്രിക്കലി നമുക്കൊരു വെക്ടറിനെ ഇത്തരത്തിലൊരു ആരോ മാർക്ക് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് വെക്ടർ എ ആണെന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ആരോ മാർക്കില് സപ്പോസ് ഈ ഒരു എൻഡ് ഒ ആണെന്ന് വിചാരിക്കുക, ഈ ഒരു എൻഡ് പി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ആരോ വരുന്ന ഈ എൻഡിനെ നമ്മൾ ഹെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹെഡ് എന്ന് പറയും. ഈ ഒരു പോർഷനെ പറയുന്ന പേരെന്താണ്? ഒ എന്ന് പറയുന്ന പോയിന്റ് വരുന്ന ഈ ഒരു പോർഷനെ പറയുന്ന പേര് ടെയിൽ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് ഒരു വെക്ടറിന്റെ ഹെഡ് എന്ന് പറയുന്ന പോയിന്റ് ആണ്, ഇത് ടെയിൽ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ക്ലിയർ? നൗ ലിസൺ ചിൽഡ്രൻ, ഇതിൽ നമുക്ക് ഏതാണ് ഈക്വൽ വെക്ടേഴ്സ് ഏതാണ് അൺഈക്വൽ വെക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാം. സോ ലെറ്റ്സ് കൺസിഡർ ദ ഫസ്റ്റ് കേസ്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ രണ്ട് വെക്ടേഴ്സ് ഉണ്ട് അല്ലെ, എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാഗ്നിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വെക്ടേഴ്സിന്റെ ലെങ്ത് ആണ്. അപ്പൊ രണ്ടിന്റെയും ലെങ്ത് സെയിം ആണ്. ഓൾസോ വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ? ഡയറക്ഷനും സെയിം ആണ്. ഈ ഒരു ഡയറക്ഷനിലാണ് രണ്ട് വെക്ടേഴ്സും വരുന്നത് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ബി എന്ന് പറയുന്ന വെക്ടറിന്റെ ടെയില് ഇങ്ങനെ ഇതിന് പാരലൽ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് എ എന്ന് പറയുന്ന വെക്ടറിന്റെ മേലെ വെക്കുകയാണെങ്കിൽ കറക്റ്റ് അത് കോയിൻസൈഡ് ചെയ്യും അല്ലെ. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാം, ഈ രണ്ട് വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണ്. ഓക്കെ, സോ ദീസ് ടു വെക്ടേഴ്സ്, ഈ രണ്ട് വെക്ടേഴ്സും എന്താണ്? ഈക്വൽ വെക്ടേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് കേസില് ഈക്വൽ വെക്ടേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദ സെക്കൻഡ് വൺ? യെസ്, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ആണുള്ളത്. ഈ രണ്ട് വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് സെയിം ആയിട്ടാണ് വരുന്നത്. ബട്ട് ദേ ആർ അൺഈക്വൽ വെക്ടേഴ്സ്. വൈ? ബിക്കോസ് ദേ ഹാവ് ഡിഫറെന്റ് ഡയറക്ഷൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ ബി ഡാഷ് എന്ന് പറയുന്ന വെക്ടറിന്റെ ഈ ഒരു ടെയില് ഇതിന് അടുത്തേക്ക് കൊണ്ടുവന്ന് എയുടെ ഈ ഒരു ടെയിലുമായിട്ട്, എ ഡാഷ് എന്ന് പറയുന്ന വെക്ടറിന്റെ ടെയിലുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അല്ലെ. അതായത് ഇവിടെ ബി ഡാഷ് എന്ന് പറയുന്ന വെക്ടർ കറക്റ്റ് എ ഡാഷ് എന്ന് പറയുന്ന വെക്ടറുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നില്ല. സോ ദീസ് ടു വെക്ടേഴ്സ് ആർ അൺഈക്വൽ ദോ ദേ ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. ഈ രണ്ട് വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻസ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് വെക്ടേഴ്സും എന്താണ്? അൺഈക്വൽ വെക്ടേഴ്സ് ആണ്. Okay, so this is the idea of equality of vectors, that is two vectors A and B are said to be equal if and only if they have the same magnitude and the same direction. So hope you understood this. Now the next one is multiplication of vectors by real numbers. നമ്മൾ വെക്ടേഴ്സിനെ റിയൽ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? യെസ്, ലിസൺ. മൾട്ടിപ്ലൈയിങ് എ വെക്ടർ A with a positive number lambda, this will read as lambda, a positive number lambda gives a vector whose magnitude is changed by the factor lambda but the direction is same as that of vector A. അപ്പൊ നമ്മളൊരു വെക്ടറിനെ എ എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. ആ ഒരു വെക്ടറിനെ നമ്മൾ ഒരു റിയൽ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? അവിടുത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എങ്ങനെ ചേഞ്ച് ചെയ്യും? ഈസ് ചേഞ്ച്ഡ് ബൈ ദ ഫാക്ടർ ലാംഡ. പക്ഷെ അവിടെ എന്തുണ്ടാവില്ല? ആ വെക്ടറിന്റെ ഡയറക്ഷന് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു കാര്യം ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് മോഡുലസ് ഓഫ് ലാംഡ ഇൻറ്റു വെക്ടർ എ. മോഡുലസ് എടുക്കാൻ കാര്യം ഇവിടെ മാഗ്നിറ്റ്യൂഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ്. ലാംഡ ഇൻറ്റു വെക്ടർ എന്റെ മോഡുലസ് എടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ഓക്കെ, അപ്പോൾ ലാംഡ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലാംഡ ഒരു പോസിറ്റീവ് നമ്പർ ആണ് എന്നുള്ളതാണ്. So listen children, consider an example like this. Okay, നമുക്ക് A എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട് which has a definite magnitude, അതായത് അതിനൊരു ഡെഫിനിറ്റ് ലെങ്ത് ഉണ്ട്, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യാം. അപ്പൊ ഈ ഒരു വെക്ടറിനെ നമ്മൾ റിയൽ നമ്പർ ആയിട്ടുള്ള 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്.
അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് 2 ടൈംസ് ആവും. അതായത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വെക്ടറിന്റെ ലെങ്ത് ആണ്. അപ്പൊ ലെങ്ത് എന്താവും? 2 ടൈംസ് ആവും, ഇരട്ടിയാവും. പക്ഷെ there is no change for the direction of this വെക്ടർ. അപ്പൊ ഏത് ഡയറക്ഷനിലാണോ വെക്ടർ എ ഉണ്ടായിരുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും വെക്ടർ എ പിന്നീട് മൾട്ടിപ്ലിക്കേഷന് ശേഷം ഉണ്ടായിരിക്കുക. സോ ദിസ് ഇസ് ദി ഐഡിയ. സോ വാട്ട് അബൌട്ട് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് ബൈ റിയൽ നമ്പേഴ്സ്? ഒരു വെക്ടറിനെ നമ്മൾ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായി മാറും? യെസ്, ഏത് പോസിറ്റീവ് റിയൽ നമ്പർ കൊണ്ടാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത്രയും ടൈംസ് ആയിട്ട് മാറും. പക്ഷെ there is no change for its direction. And here is an example for that. Now the multiplication of a vector by a negative number lambda gives a vector lambda a whose direction is opposite to the direction of a and whose magnitude is minus lambda times the magnitude of the vector a. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു വെക്ടറിനെ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു വെക്ടറിനെ ഒരു നെഗറ്റീവ് റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്. സോ ലിസൺ ചിൽഡ്രൻ, ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെ എത്രയോ ആയിക്കോട്ടെ, ആ മാഗ്നിറ്റ്യൂഡിനെ ഇപ്പൊ 10ഓ 20ഓ എത്രയോ ആയിക്കോട്ടെ, ആ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ -1 എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സപ്പോസ് എയുടെ മാഗ്നിറ്റ്യൂഡ് 10 ആണെങ്കിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും? -10 ആയി മാറും. അപ്പൊ -10 ആയി മാറുക എന്ന് പറയുമ്പോൾ അവിടുത്തെ മാഗ്നിറ്റ്യൂഡിന് എന്തില്ല? ചേഞ്ച് വരുന്നില്ല അല്ലെ? ആ ഒരു മൈനസ് എന്ന് പറയുന്ന ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ, അവിടുത്തെ വാല്യൂ മാറുന്നില്ല. റൈറ്റ്? അതാണ് ഇവിടെ പറയുന്നത് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഇസ് minus lambda times the magnitude of a. അപ്പൊ എയുടെ മാഗ്നിറ്റ്യൂഡ് 10 ആണ്, അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ എന്താവും? -1 into 10 അല്ലെങ്കിൽ minus lambda into magnitude of a എന്ന് പറയുന്ന ഒരു ചേഞ്ച് ആണ് അവിടെ വരുന്നത്. One more thing, whose direction is opposite to the direction of a. അപ്പൊ ഇവിടുത്തെ മൈനസ് എന്ന് പറയുന്ന സൈൻ വന്നത് കൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം വരുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? യെസ്, ആദ്യത്തെ വെക്ടറിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പൊ ഒരു നെഗറ്റീവ് റിയൽ നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അവിടുത്തെ മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് വരുന്നില്ല, പക്ഷെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സോ എ എന്ന് പറയുന്ന വെക്ടറിനെ -1 എന്ന് പറയുന്ന റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെയായി? ഈ ഡയറക്ഷനിലായിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇവിടെ മാഗ്നിറ്റ്യൂഡ് എത്രയാ വന്നത്? -a തന്നെയാണ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ വാല്യൂവിന്, വെക്ടറിന്റെ വാല്യൂവിന് ചേഞ്ച് വന്നിട്ടില്ല, പക്ഷെ ഡയറക്ഷൻ അവിടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് മാറി. Clear? So that's all for today. Today we got introduced the 4th chapter, that is motion in a plane. Also introduced the concept of vectors or the language of vectors. So hope you understood today's class. So remaining portions we can discuss in the next class. See you in the next session. Bye.